വന്യജീവികളുടെ ആക്രമണത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രം 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കോഴിക്കോട് കക്കയത്തെ എബ്രഹാമിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുവന്ന ആംബുലൻസ് തടഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിക്കുന്നത്. അതിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് ക്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പ്രവർത്തകരെ മുഹമ്മദ് ഷഹീദ് നൽകും വിവരങ്ങൾ. പ്രതിഷേധവുമായി കൂടുതൽ പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ എത്തുകയാണ്. പോലീസിന്റെ നിലപാട് എന്താണ്? അവർ ആവശ്യപ്പെടുന്നത് ജില്ലാ കളക്ടർ നേരിട്ട് എത്തണമെന്നാണല്ലോ. തീർച്ചയായും പ്രതീക്ഷ, ഇപ്പോൾ എബ്രഹാമിന്റെ മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനായി എടുത്തതാണ്. അപ്പോഴാണ് നാട്ടുകാർ, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. കലക്ടർ ഇവിടെ നേരിട്ടെത്തി ചില ഉറപ്പുകൾ നൽകേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഇത് ബോഡി പോസ്റ്റ്മോർട്ടം സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ, അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനം തടയുകയായിരുന്നു. പോലീസുമായി വാക്കുതർക്കവും മുതലും ഒക്കെ ഉണ്ടായി. പോലീസ് പ്രവർത്തകരെ നീക്കി മൃതദേഹവുമായി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായി. ഇതാണ് ഒരു സംഘർഷാന്തരീക്ഷത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ ഇപ്പോൾ പോലീസിനോട് ഈ കോൺഗ്രസ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവരോട് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവർ തങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് ബോഡി ഈ രീതിയിൽ ഈ ഉറപ്പുകൾ ലഭിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന ഒരു ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. അവരിപ്പോൾ ആംബുലൻസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. പ്രധാനമായും കലക്ടർ എത്തണം. ഒപ്പം തന്നെ ഈ ആക്രമണം നടത്തിയ കാട്ടുപോത്ത്, പ്രദേശത്ത് കുറച്ച് ദിവസങ്ങളായി കാട്ടുപോത്തിന്റെ ശല്യമുണ്ട്. ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഭീതിയിൽ ആണ് ജനങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ മാറ്റുകയുള്ളൂ എന്നാണ് ഇവർ ഈ ബോഡി വിട്ടു നൽകാൻ തയ്യാറാവുകയുള്ളൂ, പോസ്റ്റ്മോർട്ടത്തിനാക്കി നീക്കുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് കോൺഗ്രസ് പറയുന്നത്. ആ പ്രദേശം കൂരാച്ചൂട്ട് പഞ്ചായത്തിന്റെ ഒരു ഏരിയ മുഴുവൻ ഫോറസ്റ്റുമായി അതിർത്തി പങ്കിടുന്നതാണ്. അവിടെ ആനയുടെ ശല്യമുണ്ട്, കാട്ടുപോത്തിന്റെ ശല്യം, പന്നി, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്താണ് ഇത് വിട്ടില്ല? നമ്മൾ പറയുന്ന ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ കളക്ടർ ഇടണം. അത് ശാശ്വതമായ ഒരു അക്രമകാരിയായ ഒരു കാട്ടുപോത്താണ്. അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇപ്പൊ കളക്ടർ ഇടണം. അതിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇവരുടെ നഷ്ടപരിഹാരമുണ്ട്, ഇവരുടെ കുടുംബത്തിലെ പ്രായമായ ഒരു സ്ത്രീയാണ് അവശേഷിക്കുന്ന, അവർക്ക് അവരുടെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ബാക്കി അടുത്തത്. ഈ ആളുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അത് അതിലൂടെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൂരച്ചുണ്ട് അങ്ങാടിയിൽ കാട്ടുപോത്തുണ്ടായിരുന്നു. ഇതിന്ന് കക്കയത്ത് ആ മേഖലയിൽ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ ഈ ആക്രമകാരിയായ കാട്ടുപോത്തിനെ അടിയന്തരമായി വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് കളക്ടർ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് മാറുകയുള്ളൂ. കാരണം ഇന്നലെ ഇറങ്ങിയ കാട്ടുപോത്ത് തന്നെയാണോ? ഇന്നലെ ഇറങ്ങിയതല്ല, ഇത് വേറെയാണ്. കാട്ടുപോത്ത് ഇഷ്ടം പോലെ മേയാണ്. കാരണം വനത്തിൽ തീറ്റയില്ല, വനത്തിൽ വെള്ളമില്ല. കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്നലെ ഞാൻ കളക്ടർക്ക് കത്ത് കൊടുത്തതാണ്. അക്രമകാരി കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുന്നത്. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നിരന്തരം കാട്ടുപോത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം കാട്ടുപോത്ത് 2 മാസം മുമ്പ് എറണാകുളത്ത് നിന്ന് വന്ന ടൂറിസ്റ്റുകളെ ആക്രമിച്ചത്, കാര്യം ടൂറിസ്റ്റ് ആക്രമിച്ച ഗുരുതര പരിക്ക് പറ്റി അവർക്ക്. എന്താണ് വെടിവെക്കുന്നതിന് തടസ്സമായിട്ട്? ഓർഡർ ഇടണം. കളക്ടർ വരട്ടെ. ഈ സംഭവം നടന്ന് 1 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇതുവരെ കളക്ടർ എത്താൻ സാധിച്ചിട്ടില്ല. അടിയന്തര മീറ്റിംഗുകൾ ഇതിനേക്കാൾ വലിയ അടിയന്തരമുണ്ടോ? ഒരാൾ മരണപ്പെട്ടു, ഒരു പൗരൻ മരണപ്പെട്ടു, എന്നിട്ട് കളക്ടർക്ക് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് പ്രസിഡന്റ് പറയുന്നത്. കളക്ടറുമായി സംസാരിച്ചു, വെടിവെച്ച് കൊല്ലാൻ ഉത്തരവാദിത്തം ഉറപ്പ് പറഞ്ഞു കളക്ടർ. അതിന്റെ അടിസ്ഥാനത്തിൽ ബോഡി നമ്മൾ മോർച്ചയിൽ കൂടെ അനുവദിക്കുന്നു. പക്ഷേ നഷ്ടപരിഹാരം ചോദിച്ചുള്ള സമരവുമായി നഷ്ടപരിഹാരം ഇപ്പൊ ചർച്ചയല്ല, അത് ഞങ്ങൾ വേറെ നോക്കിക്കോളാം. അല്ല, അടിയന്തരം 5 ലക്ഷം ആയിക്കോട്ടെ,
അത് പോരാ. മൃതദേഹവുമായി പ്രതിഷേധിച്ച നാട്ടുകാരെയും ഒപ്പം കോൺഗ്രസ് പാർട്ടിക്കാരെയുമാണ് കണ്ടത്. കളക്ടർ ഉറപ്പ് നൽകിയെന്നാണ് DCC അധ്യക്ഷൻ അറിയിക്കുന്നത്.